ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ക്ലാസ് 5 ഹിന്ദിയിലെ യൂണിറ്റ് 3 പരിചയപ്പെടാം. ഓക്കെ, യൂണിറ്റിൻ്റെ പേരാണ് റിംജിം റിംജിം. ഇവിടെ ചിത്രത്തിൽ നോക്കിയേ, ആരൊക്കെയാണ് കാണുന്നത്? ഒരു കുരങ്ങനുണ്ട്, പിന്നെ ഒരു പക്ഷിയുണ്ട്, പിന്നെ ഒരു അണ്ണാനുണ്ടല്ലേ. ഇതിനൊക്കെ എന്താണ് ഹിന്ദിയിൽ പറയുക? കുരങ്ങന് ഹിന്ദിയിൽ ബന്ദർ എന്നാണ് പറയുക. അണ്ണാനെ ഗിൽഹരി എന്ന് പറയും. പക്ഷിക്ക് ഞങ്ങൾ മുന്നേ പഠിച്ചിട്ടുണ്ടല്ലേ, പക്ഷിക്ക് ചിടിയ എന്നാണ് പറയുക. ഓക്കെ, അടുത്ത പേജ് ഒരു മയിലിൻ്റെ ചിത്രം തന്നിട്ടുണ്ടല്ലേ. മയിലിന് ഹിന്ദിയിൽ മോർ എന്നാണ് പറയുക. ഓക്കെ, അപ്പം നമുക്ക് പാഠഭാഗത്തിലേക്ക് പോയാലോ? യൂണിറ്റിലെ ആദ്യത്തെ ചാപ്റ്ററിൻ്റെ പേരാണ് പേഡ് കാ ജാദു. എഴുതിയിരിക്കുന്നത് വിനോദ് കുമാർ ശുക്ലാണ്. ഓക്കെ, പേഡ് എന്ന് പറഞ്ഞാൽ മരം, ജാദു എന്ന് പറഞ്ഞാൽ മാജിക്. ഓക്കെ, പേഡ് കാ ജാദു, മരത്തിൻ്റെ മാജിക്. അപ്പം നമുക്ക് വായിച്ചു നോക്കിയാലോ? बुआ के घर में पेड़ था, पेड़ पर गिलहरी देखकर मैंने कहा, बुआ आपने गिलहरी कहाँ से खरीदी? मैं भी लूँगा, उसे पालूँगा. എന്താ പറയുന്നേ? ബുവ കെ ഘർമേം പേടുത്ത. ബുവ എന്ന് പറഞ്ഞാൽ അമ്മായി, ഘർമേം വീട്ടിൽ, പേടുത്ത മരമുണ്ടായിരുന്നു, അമ്മായിയുടെ വീട്ടിൽ മരമുണ്ടായിരുന്നു. പേട് പർ ഗിൽഹരി ദേക്ക് ഘർ മേനെ കഹ, പേട് പർ മരത്തിൻ്റെ മുകളിൽ, ഗിൽഹരി ദേക്ക് ഘർ അണ്ണാനെ കണ്ടിട്ട്, മേനെ കഹ ഞാൻ പറഞ്ഞു. ഓക്കെ, ബുവ ആപ്നെ ഗിൽഹരി കഹാ സെ ഖരീദി? അമ്മായി താങ്കൾ ഗിൽഹരിയെ കഹാ സെ ഖരീദി, എവിടെ നിന്നാണ് വാങ്ങിയത്? ഓക്കെ, ഖരീദി എന്ന് പറഞ്ഞാൽ വാങ്ങി, കഹാ സെ എവിടെ നിന്ന്. ഓക്കെ, മേ ഭി ലൂങ്ക ഞാനും വാങ്ങും, ഉസേ പാലൂങ്ക അതിനെ പരിപാലിക്കും. പരിപാലിക്കും അതായത് പാലൂങ്ക എന്ന് വെച്ചാൽ കെയർ ചെയ്യുക. ഓക്കെ, ഞാനും വാങ്ങും, എനിക്കും വാങ്ങണം, അതുപോലെ അതിനെ പരിപാലിക്കണം. അപ്പം കുട്ടി അമ്മായിയോട് പറയുകയാണല്ലേ, ഗിൽഹരിയെ കണ്ടിട്ട് ഇത് എവിടെ നിന്നാണ് വാങ്ങിച്ചത് എന്ന് ചോദിക്കുകയാണ് അമ്മായിയോട്. ഓക്കെ, അടുത്ത പേജിലോട്ട് പോവാം. ബുവാനെ കഹ, മേരെ ഘർ में पेड़ है, पेड़ के होने से गिलहरी अपने आप आ जाती है. ബുവാനെ കഹ, അമ്മായി പറഞ്ഞു, മേരെ ഘർ में पेड़ है, എൻ്റെ വീട്ടിൽ മരമുണ്ട്, പേട് കെ ഹോനെ സെ ഗിൽഹരി അപ്നെ ആപ് ആ ജാതി ഹേ. മരമുണ്ടായാൽ, അതായത് പേട് കെ ഹോനെ സെ ഗിൽഹരി, മരമുണ്ടായാൽ അണ്ണാൻ സ്വയം വരുന്നു അല്ലേ. കണ്ടിട്ടുണ്ടാവുമല്ലോ കൂട്ടുകാരെ, മരത്തിൽ അണ്ണാനും പക്ഷികളൊക്കെ വരുമല്ലേ. അപ്പം ഒരു മരം വച്ച് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മരത്തിൽ ഈ ജീവികളൊക്കെ വന്നു ചേരും. അപ്പോൾ അമ്മായി കുട്ടിയോട് പറയുകയാണല്ലേ, എൻ്റെ വീട്ടിൽ മരമുണ്ട്, മരമുള്ളത് കൊണ്ടാണ് ഗിൽഹരി അവിടെ വന്നത് എന്ന്. മനസ്സിലായനല്ലോ. അടുത്ത പേജിലോട്ട് പോവാം. पेड़ पर देखो चिड़िया बैठी है, चिड़ियों को मैंने नहीं पाला, पेड़ के होने से वे आ गई, तुम अपने घर में पेड़ उगा लो तो गिलहरी आ जाएगी, चिड़िया आएगी. അമ്മായി കുട്ടിയോട് പറയുകയാണല്ലേ, മരത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട്. എന്താ പറയുന്നത്? പേട് പർ തേക്കോ, മരത്തിൻ്റെ മുകളിലേക്ക് നോക്കൂ, ചിടിയാൻ ബൈട്ടി ഹേ, പക്ഷികൾ ഇരുന്നിട്ടുണ്ട്, ചിടിയോക്കോ മെനെ നെഹി പാല, പക്ഷികളെ ഞാൻ പരിപാലിക്കുന്നില്ല, പേടുക്കെ ഹോനെ സേ വേ ആ ഗയി, മരമുള്ളത് കൊണ്ടാണ് അവർ വന്നത്. തും അപ്നെ ഘർ മേ പേട് ഉഗാ ലോ तो गिलहरी आ जाएगी, चिड़िया आएगी. തും നീ, അപ്നെ ഘർ മേ നിൻ്റെ വീട്ടിൽ, പേടുകാലോ മരം വെച്ച് പിടിപ്പിക്കൂ, അപ്പോൾ അണ്ണാൻ വരും, ഗിൽഹരി ആ ജായേഗി, ചിടിയ ആയേഗി, പക്ഷി വരും. ബുവ അമ്മായി എന്താ കുഞ്ഞിനോട് പറയുന്നേ? നീ നിൻ്റെ വീട്ടിൽ മരം വച്ച് പിടിപ്പിക്കൂ ഇതുപോലെ, അപ്പോൾ അവിടെ പക്ഷികളും അണ്ണാനും ഒക്കെ വന്നുകൊള്ളും എന്നാണ് പറയുന്നത്. ओके, बाहर धूप होगी तो पेड़ के नीचे छाया आ जाएगी, तब छाया में खेलना अच्छा लगेगा.
ബാഹർ പുറത്ത്, ധൂപ് വെയിൽ, പേട് കെ നീച്ചെ മരത്തിൻ്റെ താഴെ, ഛായ തണൽ. ഓക്കെ, ഖേൽന കളിക്കുക. എന്താ പറയുന്നത്? ബാഹർ ധൂപ്പ് ഹോഗി തോ, ബാഹർ പുറത്ത് വെയിലുണ്ടാകും, അപ്പോൾ പേട് കെ നീച്ചെ ഛായ ആ ജായേഗി മരത്തിൻ്റെ താഴെ തണൽ വരും. പുറത്ത് വെയിലാണെങ്കിലും മരത്തിൻ്റെ താഴെ എപ്പോഴും തണലായിരിക്കും അല്ലേ? തബ് ഛായാമേ ഖേൽന അച്ഛാ ലഗേഗ, അപ്പോൾ തണലിൽ കളിക്കാൻ അച്ഛാ ലഗേഗ നല്ല രസമായിരിക്കും. ഓക്കെ, बाहर धूप होगी तो पेड़ के नीचे छाया आ जाएगी, तब छाया में खेलना अच्छा लगेगा. മനസ്സിലായിട്ടുണ്ടല്ലോ? അടുത്ത പേജ് നോക്കിയേ. സഹി മിലാൻ കരേ. 4 ചിത്രങ്ങൾ തന്നിട്ടുണ്ടല്ലേ? ചിത്രത്തിൻ്റെ നേരെ എഴുതിയ വേർഡ്സ് കറക്റ്റ് അല്ല തന്നിട്ടുള്ളത്. അപ്പം ഓരോ ചിത്രത്തിനും എന്താണ് പറയുക എന്ന് നിങ്ങൾ ശരിയാക്കി എഴുതാനാണ് പറയുന്നത്. ഓക്കെ, അതായത് യോജിപ്പിച്ച് എഴുതുക. പക്ഷെ ആദ്യം തന്നത് പൂമ്പാറ്റ അല്ലേ? പൂമ്പാറ്റയ്ക്ക് ഹിന്ദിയിൽ എന്താണ് പറയുക? തിത്തലി എന്നാണ് പറയുക. ഓക്കെ, അണ്ണാന് ഗിൽഹരി എന്ന് പറയും, പക്ഷിക്ക് ചിടിയ എന്ന് പറയും, കുരങ്ങനെ ബന്ദർ എന്ന് പറയും. ഓക്കെ, അതിങ്ങനെ കൂട്ടി യോജിപ്പിച്ചിട്ട് ഇവിടെ 1 2 3 4 ഇവിടെ എഴുതാനാണ് പറയുന്നത്. ഓക്കെ, അടുത്ത പേജ് നോക്കിയേ. ചിത്ര ദേക്കേ, ചിത്രം നോക്കൂ. വാക്യ ബനായേ, വാക്യങ്ങൾ ഉണ്ടാക്കൂ. ഇവിടെ മരത്തിന് മുകളിലും താഴെയുമായി കുറേ മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ തന്നിട്ടുണ്ടല്ലേ? ആദ്യത്തെ കള്ളിയിൽ പേട് കെ ഊപ്പർ, അതായത് മരത്തിൻ്റെ മുകളിലുള്ള ജീവികളെ ഇവിടെ എഴുതാനും, അതുപോലെ പേട് കെ നീച്ചെ മരത്തിൻ്റെ താഴെയുള്ള മൃഗങ്ങളെ ഇവിടെ എഴുതാനുമാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, പേട് കെ ഊപ്പർ ബഗുലാഹേ, മരത്തിൻ്റെ മുകളിൽ ബഗുലാഹേ, ബഗുലയുണ്ട്. ബഗുല മീൻസ് കൊക്ക്. അപ്പം പിന്നെ ആരാ ഉള്ളത് മരത്തിൻ്റെ മുകളിൽ? ബന്ദർ ഉണ്ടല്ലേ, കുരങ്ങനുണ്ട്. അപ്പം പേട് കെ ഊപ്പർ ബന്ദർ ഹേ. പിന്നെ ആരെയാ കാണുന്നേ? ഗിൽഹരി ഉണ്ടല്ലോ. അപ്പം എന്താ എഴുതുക? പേട് കെ ഊപ്പർ ഗിൽഹരി ഹേ. പിന്നെ ഒരു തത്തയുണ്ടല്ലേ? തത്തക്ക് ഹിന്ദിയിൽ തോത്ത എന്ന് പറയും. പേട് കെ ഊപ്പർ തോത്ത ഹേ. ഓക്കെ, പേട് കെ നീച്ചെ, അതായത് മരത്തിൻ്റെ താഴെ. താഴെ ഏതൊക്കെ മൃഗങ്ങളെയാണ് കാണുന്നേ? ഇവിടെ എഴുതിയിട്ടുണ്ട് പേട് കെ നീച്ചെ ഗായ് ഹേ, പശുവിന് ഗായ് എന്ന് പറയും. പേട് കെ നീച്ചെ മരത്തിൻ്റെ താഴെ പശുവുണ്ട്. പിന്നെ ആരെയാണ് കാണുന്നത്? ആനയുണ്ടല്ലേ? പേട് കെ നീച്ചെ ഹാത്തി ഹേ. പിന്നെ ജിറാഫ്, പേട് കെ നീച്ചെ ജിറാഫ് ഹേ. അതുപോലെ വേറൊരു ആരാളുടെ ഇത് നോക്കിയേ, കുതിരയുണ്ടല്ലേ? അപ്പോൾ കുതിരയ്ക്ക് ഹിന്ദിയിൽ ഘോഡ എന്ന് പറയും. പേട് കെ നീച്ചെ ഘോഡ ഹേ. ഓക്കെ, അപ്പം മുകളിലുള്ളയും താഴെയുള്ളയും മൃഗങ്ങളെ അതാത് കള്ളിയിൽ എഴുതി പൂരിപ്പിക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ?